ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ മീൻ ലഭിക്കുന്നത് തോടുകളിൽ നിന്നും അല്ലെങ്കിൽ ആറ്റിൽ നിന്ന്, അതുമല്ലെങ്കിൽ കായലിൽ നിന്നും കടലിൽ നിന്ന് പിടിക്കുന്ന മീനുകളാണ്. തോടുകളിൽ നിന്നും പുഴകളിൽ നിന്നും മീൻ ലഭ്യത കുറഞ്ഞത് കാരണം വിശാഖപട്ടണം, തൂത്തുക്കുടി എന്നിങ്ങനെയുള്ള ദൂരസ്ഥലത്ത് നിന്ന് വേണം മീൻ നമ്മുടെ അടുത്തെത്താൻ. ഇത്രയും ദൂരത്തു നിന്നും മീൻ വരുന്നത് കൊണ്ട് നല്ല വില കൊടുക്കേണ്ടി വരും. എന്നിരുന്നാൽ പോലും നമുക്ക് ഇപ്പോൾ കിട്ടുന്ന മീൻ കെമിക്കൽ നിറഞ്ഞതാണ്. കുറെ നാളുകൾക്ക് മുമ്പ് എല്ലാവരും മീൻ കേടാകാതെ സൂക്ഷിച്ചിരുന്നത് ഉപ്പിട്ടിട്ടാണ്. അത് പിന്നീട് ഐസിലേക്ക് മാറിയിട്ടുണ്ട്. അതിനുശേഷം അമോണിയ മീൻ കേടാകാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു വരുന്നു. എന്നാൽ ഇപ്പോൾ ചില ഏജൻസികൾ മീൻ കേടാകാതെ സൂക്ഷിക്കുന്നത് ശവശരീരങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഒരുതരം രാസവസ്തുവായ ഫോർമാൽഡിഹൈഡ് ആണ്. ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് മത്സ്യം ചീഞ്ഞു പോകുന്നില്ല. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും, നമ്മുടെയൊക്കെ വീടുകളിൽ ചെറിയൊരു മീൻ കുളമോ, അതായത് ടാർപോളിൻ കുളമോ നാച്ചുറൽ കുളമോ നിർമ്മിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള കാര്യം. ചെറിയ കുളത്തിൽ മീനുകളെ വളർത്തുമ്പോൾ നമ്മൾ കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷികൾ വന്ന് മീൻ കൊത്തി പിടിക്കാതിരിക്കാൻ ചുറ്റിലും വല വിരിക്കണം. 5-6 മാസം മുതൽ ഓരോ മാസവും ഇടവിട്ട് വലിയ മീനുകളെ പിടിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മുടെ അടുക്കള കുളത്തിൽ വളർത്താൻ പറ്റിയ കുറച്ച് മീൻ ഇനങ്ങളാണ് ആസാം വാള, സൈപ്രിനസ്, തിലാപ്പിയ. റെഡ് സിലോപ്പിയും നല്ലതാണ്.